നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ട് എലവേഷൻ ചെയ്തിട്ടുള്ള 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ട്രില്യം കൺസെപ്റ്റ്സ് ആൻഡ് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബഡ്ജറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള എന്നാൽ ഭംഗിയിൽ ഒട്ടും തന്നെ കുറവ് വരുത്താത്ത രീതിയിലാണ് ഈ വീടിൻ്റെ എലവേഷനും ഇൻറ്റീരിയർ വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നതിൽ ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോൺ. ഹലോ, എൻ്റെ പേര് സന്ദീപ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് ട്രില്യം കോൺസെപ്റ്റ്സ് ആൻഡ് ക്രിയേഷൻസ് എന്നാണ്. എടപ്പള്ളിയിലാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റ് തന്നെ നമ്മുടെ ക്ലയൻറ്റ് നാട്ടിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയല്ല, ഒരു ബാംഗ്ലൂർ സെറ്റിൽ ചെയ്യുന്നൊരു ഫാമിലിയാണ്. ഈ പ്രോജക്റ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞ മെയിൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കണം. കാരണം വർഷത്തിൽ 3-4 തവണ മാത്രം ലീവിന് വരാൻ പറ്റുന്നൊരു ഫാമിലിയാണ് അവർ. അപ്പോൾ അവർക്ക് വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളോട് കൂടി വളരെ സ്പേഷ്യസ് ആയിട്ടും ഉള്ളൊരു വീട്, എന്നാൽ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വീട്, അതായിരുന്നു അവർ ഫസ്റ്റ് ഡിമാൻഡ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എലിവേഷൻ പാർട്ടായാലും അങ്ങനെ കണ്ട് ശീലമുള്ളൊരു എലിവേഷൻ അല്ല, സ്ലോ പ്രൂഫ് വേണമെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ പോലും കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ഒരു കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുന്നൊരു എലിവേഷൻ കൊണ്ടുവരണം. അതും ഈ 2 ഡിമാൻഡ്സാണ് നമ്മുടെ അടുത്ത് അവർ വെച്ചിരുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനിൽ നിന്നും ആരംഭിക്കുകയാണെങ്കിൽ GI പൈപ്പുകളും പെർഫറേറ്റഡ് ഷീറ്റുകളും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു സിംഗിൾ ഗേറ്റ്, കാറിന് കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ 4 മീറ്റർ ആക്സസ് ലഭിക്കുന്ന വലിയൊരു ഗേറ്റ് ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എലവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഗേറ്റ് കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. വീടിൻ്റെ എലവേഷനിൽ നൽകിയിരിക്കുന്ന കളർ പാറ്റേൺസ് ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. വെള്ള നിറവും സ്റ്റോണുകളുടെ നാച്ചുറൽ കളേഴ്സുമാണ് കൂടുതലായിട്ട് നമുക്ക് പുറമെ നിന്ന് ഫീൽ ചെയ്യിക്കുന്നത്. അതോടൊപ്പം സെറാമിക് റൂഫ് ടൈലിൻ്റെ ബ്രൗൺ കളർ കൂടെ എലവേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മുറ്റത്ത് 12 mm മെറ്റലാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ വീട്ടിൽ നാച്ചുറൽ സ്റ്റോൺ, താന്തൂർ സ്റ്റോൺ, ബാംഗ്ലൂർ സ്റ്റോൺ തുടങ്ങിയവ വിരിക്കണമെങ്കിലും ഇതേപോലെ മെറ്റൽ ഇടുന്നത് നന്നായിരിക്കും. ഈ ഭാഗത്ത് വീടിൻ്റെ കാർ പോർച്ച് നൽകിയിരിക്കുന്നുണ്ട്. 2 കാറുകൾക്ക് നിർത്താൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ചാണ് നൽകിയിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ റൂഫായിട്ട് നൽകിയിരിക്കുന്നത് സെറാമിക് ടൈലുകളാണ്. ഫ്ലാറ്റ് ടൈപ്പിൽ വരുന്ന സെറാമിക് ടൈലുകളാണ് റൂഫിങ്ങിന് വേണ്ടി നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് കയറി വരുന്ന സ്റ്റെപ്പുകളുടെ മുകളിൽ നൽകിയിട്ടുള്ളത്. ഒരു ഷോ വാള് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ബ്രിക്ക് ആണ് ഈ ഒരു ഷോ വാള് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഒരറ്റത്തായിട്ട് പെബിൾസുകൾ നിറച്ചിട്ടുള്ളൊരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നടക്കാൻ വേണ്ടിയിട്ട് താന്തൂർ സ്റ്റോണുകളാണ് നൽകിയിരിക്കുന്നത്. ഈ നൽകിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു മാറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതേപോലെ ഭംഗിയുള്ള പെബിൾസ് ഈ ഭാഗത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ടെറാക്കോട്ട ഫിനിഷിൽ വരുന്ന ക്ലാഡിംഗ് ബ്രിക്കുകളാണ് ഈ ഒരു വാളിൽ നൽകിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള കളർ പാറ്റേൺസ് ആണ് ഈ വീടിൻ്റെ എലവേഷനിലും ഇൻറ്റീരിയറിലും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം 3 ചെയറുകൾ സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുണ്ട്. വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ നൽകിയ ശേഷമാണ് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിൻഡോസിൻ്റെ ഡിസൈൻ എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ഡിസൈൻസ് ആണ് നൽകിയിട്ടുള്ളത്. അത് ഈ വീടിൻ്റെ എലവേഷനോട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുമുണ്ട്. സിറ്റ് ഔട്ടിൽ 3 പില്ലറുകളാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. മോഡേൺ ടച്ച് വരുന്ന വർക്കുകളാണ് ഫ്രണ്ട് ഡോറിന് നൽകിയിട്ടുള്ളത്. വിൻഡോയുടെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ പ്ലെയിൻ ഗ്ലാസിൻ്റെ ഫിനിഷാണ് വിൻഡോയ്ക്ക് നൽകിയിട്ടുള്ളത്. 2 ഭാഗത്തും ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോയും സെൻറ്റർ പോർഷനിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലുമാണ് ഈ ഒരു വിൻഡോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് റൂമിലേക്കാണ്. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് 12x13 ആണ്. നമ്മൾ മീറ്ററിൽ പറയുകയാണെങ്കിൽ 360 390 സൈസിലാണ് വരുന്നത്. ഡിപ്പോ തേക്കിൽ നിർമ്മിച്ചിട്ടുള്ള ഫർണിച്ചറുകളാണ് ലിവിങ് റൂമിൽ
റൂമിൽ നൽകിയിരിക്കുന്നത്. ഒരുപാട് നിറങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കളർ പാറ്റേൺസ് ആണ് ലിവിംഗ് റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വാൾ പിക്ചറുകൾ നൽകിയിരിക്കുന്നത് ഈ ലിവിംഗ് റൂമിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ജനലുകൾക്ക് കർട്ടനുകളായിട്ട് നൽകിയിരിക്കുന്നത് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. മെയിൻ്റനൻസ് വളരെ കുറവുള്ളതും ചെലവ് കുറവുള്ളതും ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കർട്ടനുകളാണ് ഇത്തരത്തിലുള്ള സീബ്ര ബ്ലൈൻഡ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള ബ്ലൈൻഡുകൾ. ഇത് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കളർ ആയതുകൊണ്ടാണ് ഈ ഒരു വുഡൻ ഗ്രെയിൻസ് വരുന്ന ബ്ലൈൻഡ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് റൂമിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിംഗ് റൂമിനെയും ഡൈനിങ് സ്പേസിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി വുഡിൽ തീർത്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വാൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള പാർട്ടീഷൻ വാളുകൾ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെൻസുകൾ അതിലേക്ക് വരാറുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഏറ്റവും ഭംഗിയായിട്ട് വുഡൻ ഗ്രെയിൻസ് പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ഇത് ലാമിനേറ്റ് അല്ല, പെയിൻറ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുമോ? വളരെ സ്കിൽഡ് ആയിട്ടുള്ള പെയിൻറ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ഒന്നും ആവാതെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇതേപോലെയുള്ള പാർട്ടീഷൻ വാളുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഡൈനിങ് സ്പേസിൽ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ആ ഒരു ഡൈനിങ് ഏരിയ ആണ്. ഒരു ഡൈനിങ് ടേബിളും 6 ചെയേഴ്സുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡിപ്പോ തേക്കിൽ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ടേബിൾ നിൽക്കുന്ന ഭാഗത്ത് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് വുഡൻ ടെക്സ്ചർ വരുന്ന തരത്തിലുള്ള ടൈലുകളാണ്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിലായാലും ലിവിങ് സ്പേസിലായാലും ഡൈനിങ് സ്പേസിലായാലും ബെഡ്റൂമുകളിലായാലും ഒരു കോമൺ ടൈൽ തീം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് സെപ്പറേറ്റ് ഇതേപോലെ നൽകിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഡ്രോവറിന് പകരം ഇതേപോലെ നമുക്കൊരു ഭാഗത്തേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പണിംഗ് ആണ് അതിന് നൽകിയിട്ടുള്ളത്. തേക്ക് മരത്തിൽ ഗ്രൂസ് അടിച്ചിട്ടാണ് ഈ ഒരു ലൂവർ സിസ്റ്റം ഇവിടെ നൽകിയിട്ടുള്ളത്. 2 ഭാഗത്തും സീബ്ര ബ്ലൈൻഡുകൾ നൽകിയിരിക്കുന്നു. ഒരു സ്റ്റാൻഡ് വിത്ത് ലൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത് ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഭംഗി ഒട്ടും തന്നെ ചോർത്തി കളയുന്നില്ല. എന്നാൽ ആ ബൾബ് അവിടെ വന്ന സമയത്ത് ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഭംഗി കൂടുകയാണ് ചെയ്യുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ വീട്ടിൽ നൽകിയിരിക്കുന്ന ഓപ്പൺ കിച്ചൺ ഡൈനിങ് സ്പേസിൽ നിന്നും വളരെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് ഈ വീട്ടിലെ ഓപ്പൺ കിച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. 2 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് വേണ്ടി നൽകിയിരിക്കുന്നു. നാനോ വൈറ്റ് ആണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. തേക്ക് മരത്തിൽ തീർത്തിട്ടുള്ള മാറ്റ് ഫിനിഷ് പോളിഷ് ചെയ്തിട്ടുള്ള 2 ചെയറുകൾ കൂടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് തന്നെ ചെറിയ ഭംഗിയുള്ള ഒരു പാർട്ടീഷൻ വാൾ നൽകിയിരിക്കുന്നു. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻസ് ആണ് ആ ഒരു പാർട്ടീഷൻ വാളിന് നൽകിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ മൾട്ടി വുഡ് ഫിനിഷ് ചെയ്തതിന് ശേഷം പെയിൻറ് ചെയ്തിട്ടാണ് ആ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ കിച്ചൻ്റെ വിശേഷങ്ങൾ കാണുകയാണെങ്കിൽ പൂർണ്ണമായും മൾട്ടി വുഡിലാണ് കിച്ചൻ്റെ ക്യാബിനറ്റുകളും അപ്പർ ക്യാബിനറ്റുകളെല്ലാം തീർത്തിരിക്കുന്നത്. ഒരു വുഡൻ പ്ലസ് വൈറ്റ് ടോണ് വരുന്ന സമയത്ത് ഒരു നല്ല ഭംഗി, ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്തൊരു ഭംഗി ഇതിന് കൈവരികയാണ്. അലുമിനിയം പ്രൊഫൈലുകളാണ് ഹാൻഡിൽസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. കിച്ചൺ ആക്സസറീസ് ഒക്കെ ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. കിച്ചൺ ആക്സസറീസിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ മൈ ബെറ്റർ ഹോം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിൻ്റെ റേറ്റുകൾ, കാര്യങ്ങൾ അറിയേണ്ട ആളുകൾക്കെല്ലാം ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ക്യാബിനറ്റ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പർ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ഓപ്പണബിൾ ആയിട്ടുള്ള 3 നിഷുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ വിസിബിളായിട്ട് നൽകാവുന്ന സാധനങ്ങൾ നമുക്ക് ഈ നിഷുകളിലും ഈ ഓപ്പൺ സ്പേസിലും നൽകാം. ഇവിടെ ഒരു ലിഫ്റ്റപ്പ് നൽകിയിട്ടുണ്ട്. എപ്കോയുടെ ലിഫ്റ്റപ്പ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആവശ്യത്തിനുള്ള സ്റ്റോറേജ് നമുക്ക് ഇത്തരം ലിഫ്റ്റപ്പുകളിൽ ലഭിക്കും. ബോസ്റ്റിൻ്റെ ഒരു ഹുഡ് ആൻഡ് ഹോബ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ അപ്പർ ക്യാബിനറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ലിഫ്റ്റപ്പുകൾ നൽകിയിരിക്കുന്നു. ഒരു പ്ലേറ്റ് ട്രേ
അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു കിച്ചൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കിച്ചണൊന്നുമല്ല, നോർമൽ സൈസിൽ വരുന്ന 12x13 സൈസിൽ വരുന്ന കിച്ചണാണ്. എന്നാൽ ഉള്ള സ്പേസിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം തീരുന്ന രീതിയിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ടോൾ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസിലേക്ക് ഇനി ഒരു ഓവൻ കൂടെ വരാറുണ്ട്. ഓപ്പൺ കിച്ചൻ്റെ പുറമെ ഒരു വർക്കിംഗ് കിച്ചണ് കൂടെ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർമൽ കിച്ചൺ എപ്പോഴും നീറ്റ് ആയിരിക്കാൻ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു വർക്കിംഗ് കിച്ചൺ ഉള്ളത് നമ്മളെ സഹായിക്കും. ഈ ഭാഗത്ത് വർക്കിംഗ് കിച്ചനോട് ചേർന്നിട്ട് ഒരു സ്റ്റോർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷെൽഫുകൾ അതിൽ മൾട്ടിവുഡ് ഉപയോഗിച്ച് അടിച്ചിട്ടുമുണ്ട്. ഈ വീട്ടിൽ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വർക്കിംഗ് കിച്ചണിനകത്താണ്. ടോപ്പ് ലോഡായിട്ട് വരുന്ന വാഷിംഗ് മെഷീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യത്തിന് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കബോർഡായിട്ട് നൽകിയിരിക്കുന്നു. രണ്ടാമത് വലിയ സൈസുള്ള ഒരു സിങ്ക് കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ടും നമ്മുടെ കുക്കിങ്ങും നമ്മുടെ ക്ലീനിങ് പർപ്പസും എല്ലാം നടക്കുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ വെച്ചായിരിക്കും. വൈറ്റ് പ്ലസ് ബ്ലൂ കളർ തീമാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റും കബോർഡുകളും ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിൽ തന്നെയാണ്. വൈറ്റ് അപ്പർ ക്യാബിനറ്റും ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കബോർഡുകളുമാണ് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് സ്ലാബ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ ജിപ്സം സീലിംഗ് അല്ലെങ്കിൽ ഫാൾ സീലിംഗ് ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. എന്നിട്ടും എങ്ങനെയാണ് ഇത്രയും ലൈറ്റുകൾ ഇവിടെ നൽകാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും. റൂഫ് സ്ലാബ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് LED ജംഗ്ഷൻ ബോക്സുകൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിപ്സം സീലിംഗ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതേപോലെയുള്ള സീലിംഗ് ലൈറ്റുകൾ നൽകാൻ സാധിക്കും. ജിപ്സം സീലിംഗിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. ഇതാകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും. നല്ല വെളിച്ചവും നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോമൺ സ്പേസുകളിലേക്ക് എത്തും. ഡൈനിങ് ഏരിയയിൽ നിന്ന് അല്പം മാറിയാണ് ഈ വീടിൻ്റെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ സ്പേസ് ആണെങ്കിലും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത രീതിയിൽ വാഷ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നു. സർക്കുലർ ഷേപ്പിലുള്ള ഒരു മിററും ഓവൻ ഷേപ്പിൽ വരുന്ന ഒരു ബേസിനുമാണ് നൽകിയിട്ടുള്ളത്. ഗ്രാനൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നു. അടിഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നു. കളർ കോമ്പിനേഷൻ എല്ലാം ഒരു യൂണിഫോമിറ്റി വുഡൻ പ്ലസ് വൈറ്റ് കളർ കോമ്പിനേഷൻസ് ആണ് വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർമൽ ലിവിങ്ങിന് പുറമെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് കൂടെ ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. ഒരു കോർണർ സോഫയാണ് ഫാമിലി ലിവിങ് സ്പേസിൽ നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസ് കടന്നു പോകുന്നത് ഈ ഫാമിലി ലിവിങ് സ്പേസിൻ്റെ ഏരിയയിലൂടെയാണ്. സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വരുന്ന ഭാഗം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു സ്പേസ് വേക്കൻ്റായി കിടക്കുക ചെയ്യുക. ഇത്തരം ഗ്രാസുകൾക്കാണെങ്കിൽ വലിയ വിലയൊന്നുമില്ല, എന്നാൽ തന്നെ അത് വിരിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയും ഉണ്ടാവും. ഈ ഒരു വാളിലാണ് ഫാമിലി ലിവിങ്ങിലുള്ള ആളുകൾക്ക് TV കാണാനുള്ള TV യൂണിറ്റ് സൗകര്യം ചെയ്തു വെച്ചിട്ടുള്ളത്. സെയിം കളർ പാറ്റേൺ വുഡൻ പ്ലസ് വൈറ്റ് കളർ തീമിലാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ഫർണിച്ചേഴ്സും ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് വുഡൻ പ്ലസ് വൈറ്റ് കളർ തീമിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രഷ്നെസ് എപ്പോഴും നമ്മുടെ വീട്ടിൽ കീപ്പ് ചെയ്യാൻ ആ ഒരു വൈറ്റ് തീം സഹായിക്കും. മാത്രമല്ല ഏത് സമയത്തും ഒരു ലക്ഷറിയസ് ഫീല് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഫീല് കൊണ്ടുവരാൻ വുഡൻ ഫിനിഷുകൾക്കും സാധിക്കും. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ വീട്ടിലെല്ലാം വളരെ സിമ്പിളായിട്ട് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട്, അതായത് നമ്മൾ ഒരുപാട് സമയം ചിലവഴിച്ച് ക്ലീനിങ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരുപാട് സമയം എഫേർട്ട് എടുക്കാതെ നമുക്ക് എളുപ്പത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈനുകൾ മാത്രമേ ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ വാളിൽ ഇതേപോലെ വാർഡ്രോബ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വൈറ്റ് കളറിലാണ് വാർഡ്രോബ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ലാമിനേറ്റുകളോ വെനീർ ഫിനിഷുകളോ ഒന്നും നൽകിയിട്ടില്ല. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രില്യം കൺസെപ്റ്റിൻ്റെ ആളുകൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള ലാമിനേറ്റുകളോ വെനീറുകളോ കൊണ്ടുവന്ന് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടൊന്നും നമ്മുടെ ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല. പകരം വൃത്തിയിൽ നല്ല ഭംഗിയിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു ക്ലയൻറ്റിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അയാളുടെ ബഡ്ജറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ളൊരു വാർഡ്രോബ് സെറ്റ് ചെയ്യാൻ സാധിക്കുക എന്നൊരു സംശയം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. മൾട്ടിവുഡ് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തതിന് ശേഷം
മാറ്റ് ഫിനിഷിൽ വരുന്ന പെയിൻറ്റിങ്ങുകൾ നൽകിയിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ കളർ ഡിസൈനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സിമൻറ്റ് ഗ്രേ പ്ലസ് വുഡൻ ടെക്സ്ചർ വരുന്ന വിട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോക്സി നൽകിയിരിക്കുന്നു. ബ്ലാക്ക് കളറിലുള്ള എപ്പോക്സി നൽകിയിരിക്കുന്നത് കുറേ കൂടെ മോഡേൺ ഫീല് നൽകുന്നുണ്ട്. വാൾ ഹങ് ആയിട്ട് വരുന്ന യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ നൽകിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് സംസാരിക്കുകയാണെങ്കിൽ 12x13 ഇതിന് സൈസ് വരുന്നത്. 360 390 സൈസാണ് വരുന്നത്. ഫാമിലി സൈസ് കോട്ടാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. വാളിൽ 2 വാൾ ലൈറ്റുകൾ നൽകിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു കോട്ടിൻ്റെ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിലാണ് ഈ ഒരു കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു ഫാമിലി കോട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെയിം രീതിയിലുള്ള 2 വാൾ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഒരു വാൾ പിക്ചർ ഫ്രെയിം ചെയ്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ ഫോൾഡബിൾ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് താഴോട്ട് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പിള്ളേർക്ക് പഠിക്കാൻ അത്യാവശ്യം പുസ്തകങ്ങൾ വെക്കാനൊക്കെ ഉള്ള സെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇരിക്കാനുള്ളൊരു സ്പേസ് ഒരു ഭാഗത്ത് നൽകിയ രീതിയിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇതേപോലെ വാർഡ്രോബ് ചെയ്യുന്ന സമയത്ത് ഇരിക്കാനുള്ളൊരു സ്പേസ് നൽകാവുന്നതാണ്. മാത്രമല്ല ഇവിടെ ഡ്രസ്സിങ്ങിൻ്റെ മിറർ നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു റൂമിൻ്റെ സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. ഇതല്പം ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. മിറർ യൂണിറ്റ് ഇങ്ങനെ നൽകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്പേസുകൾ ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് പ്രത്യേകത. വീണ്ടും വൈറ്റ് ടോണിൽ തന്നെയാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. FRP ഡോറുകളാണ് ടോയ്ലറ്റുകൾക്ക് മുഴുവൻ നൽകിയിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് ടോയ്ലറ്റിൻ്റെ ടൈലിംഗ് നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഗ്ലാസ് ഹാൻഡ് റെയിലാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. കൈപിടിക്കുന്ന ഭാഗത്ത് ഡിപ്പോ തേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ റെയിൽ നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസിലേക്ക് ഇനി വരികയാണെങ്കിൽ നമ്മുടെ ചവിട്ടുന്ന ത്രെഡ് എന്ന് പറയുന്ന ഭാഗത്ത് വുഡൻ ഫിനിഷ് വരുന്ന വിട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. അത് തന്നെ ടൈൽ മോൾഡ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജുകൾ വളരെ സ്മൂത്താക്കി സെറ്റ് ചെയ്തിരിക്കുന്നു. റൈസർ ഭാഗത്ത് ഓഫ് വൈറ്റിൽ വരുന്ന മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് നൽകിയിട്ടുള്ളത്. ഈ 2 കോമ്പിനേഷൻ നൽകുന്ന സമയത്ത് മൊത്തത്തിൽ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ആംബിയൻസ് നല്ല ഭംഗിയിലേക്ക് കൊണ്ടുവരാൻ ഡിസൈനർമാർക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മാർബിളോ ഗ്രാനൈറ്റോ ഒക്കെ സ്റ്റെയർ കേസിലിട്ട് അത് മോൾഡ് ചെയ്തെടുക്കുന്ന ചിലവിൻ്റെ വളരെ കുറഞ്ഞ ചിലവ് മാത്രമേ നമുക്ക് ഇതേപോലെ ടൈല് വെച്ച് ചെയ്യാൻ ആവുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുമാണ് ഉള്ളത്. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള മലയാളിയും ആഗ്രഹിക്കുന്ന തരത്തിൽ 400 സ്ക്വയർ ഫീറ്റിനകത്താണ് മനോഹരമായിട്ടുള്ള ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലെ 2 ബെഡ്റൂമുകളിൽ ആദ്യത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ മുകളിൽ ഈ ബെഡ്റൂം വരുന്നത്. 12x13 സൈസിലാണ് ബെഡ്റൂം നിൽക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നിൽക്കുന്നത് ഈ ഭാഗത്താണ്. ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായിട്ട്, അതായത് എവിടെയാണോ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൽ ബെഡ്റൂം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ നേരെ മുകളിലാണ് ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലെ 2 ബെഡ്റൂമുകളും ഫർണിഷിങ് പൂർത്തിയാവാത്തത് കൊണ്ട് അതിൻ്റെ വിഷ്വലുകൾ നിങ്ങളെ കാണിക്കുന്നില്ല. ഇത് ഈ വീട്ടിലെ ടെറസാണ്. ടെറസിൻ്റെ ഹാൻഡ് റെയിലെല്ലാം GIയിലാണ് ചെയ്തിരിക്കുന്നത്. ടെറസിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിംഗ് എല്ലാം നല്ല വൈറ്റ് പെയിൻറ്റ് തന്നെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് എക്സ്ട്രാ നമ്മുടെ GI പൈപ്പുകൾ ഉപയോഗിച്ച് ഓട് നിർമ്മിച്ചൊരു സൺഷെയ്ഡ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഈ ഒരു വിൻഡോ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് സൺഷെയ്ഡുകൾ ചെയ്തിട്ടുള്ളത്. ഒരുപാട് വീടുകളിൽ സൺഷെയ്ഡ് കോൺക്രീറ്റിൽ ചെയ്യാത്തതുണ്ട്. അങ്ങനെയുള്ള വീടുകൾക്ക് അനുകരിക്കാവുന്നൊരു മാതൃകയാണ് ഇൻഡസ്ട്രിയൽ വർക്കുകളിൽ സൺഷെയ്ഡ് ചെയ്തിട്ട് അതിന് മുകളിൽ സെറാമിക് ഓടുകൾ വിരിക്കുക എന്നുള്ളത്. ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് നമ്മുടെ വാട്ടർ ടാങ്കൊക്കെ വീടിൻ്റെ ഏറ്റവും മുകളിലാണ് ഉണ്ടാവുക. അവിടേക്ക് കയറിപ്പോവാൻ നമുക്കൊരു
സ്റ്റെയർ ആവശ്യമായിട്ട് വരും. അങ്ങനെ നൽകിയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്പൈറൽ ഷേപ്പിലാണ് അത് നൽകിയിട്ടുള്ളത്. എലവേഷനിൽ നിന്ന് കാണുമ്പോൾ ഈ ഒരു സ്പൈറൽ ഷേപ്പ് എലവേഷന് ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ട്. ട്രില്യൺ കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീട് നിർമ്മിച്ച് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വീടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സമീപിക്കാവുന്ന ഒരു നല്ല സ്ഥാപനം കൂടെയാണ് ട്രില്യൺ കൺസെപ്റ്റ്സ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഭംഗിയുള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വീടുകൾ നിർമ്മിച്ച് നൽകാൻ അവരെ കൊണ്ട് സാധിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ വീട്. എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് ഈ വീട് നിലനിൽക്കുന്നത്. ഇതേപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ നമ്മൾ പ്രൊജക്ട്സ് എടുക്കുന്നത് 3 സ്റ്റേജായിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജിൽ സ്ട്രക്ചർ, സെക്കൻഡ് സ്റ്റേജിൽ അതിൻ്റെ ഫിനിഷിംഗ് വർക്ക്സ്, തേർഡ് സ്റ്റേജായിട്ട് നമ്മൾ ഇൻറ്റീരിയർ. അത് ഓരോ സ്റ്റേജ് വൈസാണ് നമ്മൾ റേറ്റ് കോട്ട് ചെയ്യുന്നത്. ക്ലയൻറ്റ് ചൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്ത് ആ സ്റ്റേജ് വൈസായിട്ടാണ് നമ്മൾ എപ്പോഴും പ്രൊജക്ട്സ് എടുക്കുന്നത്. ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ എല്ലാ താല്പര്യങ്ങളും നമ്മൾ കേട്ടറിഞ്ഞതിന് ശേഷം അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഡിസൈനും കാര്യങ്ങളും നമ്മളൊരു ഡ്രോയിങ് ആക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന കാര്യമായാലും അവരുടെ താല്പര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി, ഇപ്പോൾ മൾട്ടിവുഡ് ആയാലും പ്ലൈവുഡ് ആയാലും MDF അല്ലെങ്കിൽ HDF അങ്ങനെ എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലൊരു ഫൈനലൈസ് ചെയ്യുന്നത്.